ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ആദ്യം ജനറൽ ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അഡ്വൈസ് ലെറ്റ്സ് സീ. നിങ്ങളുടെ ഇന്നത്തെ ദിവസവും നിങ്ങൾക്കുള്ള ഗൈഡൻസും യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഓക്കെ, ഇന്നത്തെ എനർജി നിങ്ങളുടെ ജനറലായിട്ട് ട്രാൻസ്ഫോർമേഷൻ, മാറ്റം, നൈറ്റ് ഓഫ് കപ്സ്, 10 of swords, reverse energy, and 4 of fire. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ടൈമാണ്. ഓക്കെ, ചില മാറ്റങ്ങൾ വരുന്ന സമയമാണെന്ന് പറയാം. ഐ തിങ്ക് ഇന്നലെയാണോ, ഇന്നലത്തെ റീഡിങ്ങിലാണ് ടവർ വന്നത് ആദ്യം. ശരിയാണ്. ഓക്കെ, 2 ദിവസമായിട്ട് ഇത് തന്നെയാണ് വരുന്ന എനർജി. ഓക്കെ, അപ്പം എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, എന്താണോ സംഭവിക്കുന്നത് അത് യെസ് നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ടാവും, വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും, സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടാവും, ടെൻഷൻ അടിച്ച് നിങ്ങൾ ഒരുപാട് ലൈക്ക് വല്ലാതെ വേദനിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാറ്റം ഇവിടെ ആവശ്യമാണ്, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവിടെ ആവശ്യമാണെന്നാണ്. ഓക്കെ, ഒരു മൂവ്മെന്റ് കൊണ്ടുവരാൻ, നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തിലാണ്, നിങ്ങളുടെ ജീവിതം ഏത് വഴിക്കാണോ ഇപ്പോൾ പോകുന്നത് അത് കറക്റ്റായ ഒരു ചിലപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. കറക്റ്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാം കറക്റ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിലൊരു ചേഞ്ച് വരുത്താനുണ്ട്. ഓക്കെ, ആ ഒരു മാറ്റം നിങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ വരുന്നതായിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളായിരിക്കാം, സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റമായിരിക്കാം, എന്തോ ആവട്ടെ. ഓക്കെ, പല തരത്തിലും ആവാം ഓരോരുത്തർക്കും. ഇവിടെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ എന്തും ചെയ്യുമ്പോൾ വളരെയധികം അതിൽ ഇൻവോൾവ് ആവുന്ന വ്യക്തികളാണ്. ഓക്കെ, നിങ്ങൾ നല്ലോണം അതിൽ എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ സ്നേഹത്തോടെ എന്ന് പറയുന്നില്ല, ഇത് ഇമോഷൻസ് ആണ്. നിങ്ങളുടെ ഇമോഷൻസ് ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങൾ ഒരുപാട്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളതിൽ നല്ലോണം ലൈക്ക് ശരിക്കും മനസ്സുകൊണ്ട് ഓക്കെ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവും. പക്ഷെ അതിലൊക്കെ നിങ്ങൾക്ക് ചില വേദനകൾ എപ്പോഴും കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഐ തിങ്ക് ഇതിവിടെ നിങ്ങളിൽ മാറ്റം വരുത്താനുള്ള ഒരു സമയമാണ്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മൾ വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു വ്യക്തി, വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ എന്താ പറയുക, എല്ലാം ഒരു ഇമോഷണൽ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വ്യക്തി എന്ന് പറയാം. ഓക്കെ, ബട്ട് ഇവിടെ ഉള്ളത് ക്വീൻ ഓഫ് എയർ ആണ്. ക്വീൻ ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ക്വീൻ ആവണമെന്നില്ല, നിങ്ങൾ കിങ് ആയിട്ട് എടുത്തോളൂ. ഓക്കെ, ജെൻസ് ആണെങ്കിൽ ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനർജിയാണ് നമ്മളുടെ, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി, വളരെ എന്താ പറയുക കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എന്താ പറയുക സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുക, എന്ന് വെച്ചാൽ ബ്രെയിൻ യൂസ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, അതായത് ഒന്ന് വളരെ ഇമോഷണലായിട്ട് ബിഹേവ് ചെയ്യുന്ന വ്യക്തിയാണ്, ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് ബിഹേവ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ഇത് ഹാർട്ട് കൊണ്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്, ഇത് ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. സോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെയധികം പ്രാക്ടിക്കലായിട്ട് മാറുകയാണ്. ഓക്കെ, ഐ തിങ്ക് ആ ഒരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ എത്രത്തോളം നിങ്ങൾ ഇമോഷണൽ ആയിരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അടികൾ കിട്ടി കാണാം, അതിൽ നിന്ന് ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് കിട്ടി കാണാം. സോ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇത് റിലേഷൻഷിപ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് അതും ആവാം. ഓക്കെ, ഞാൻ പിന്നീട് പറയാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് കാണുന്നത് നിങ്ങളൊരു ചോയ്സ് എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള, അതായത് ഹാർട്ട് വേഴ്സസ് ബ്രെയിൻ എന്നെടുത്തോളൂ. ഓക്കെ, ആ ഒരു ചോയ്സ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ചോയ്സസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ അതോ പ്രാക്ടിക്കലായിട്ട് കൂടി നിങ്ങൾ ചിന്തിക്കണോ എന്ന് നിങ്ങളൊരു മാറ്റം വരുത്താൻ തുടങ്ങുകയാണ്. ആൻഡ് ആ മാറ്റം ഇവിടെ ആവശ്യമാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കുക. എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തകർച്ചകൾ വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് വേദനകൾ കിട്ടുന്നുണ്ട്, വിഷമങ്ങൾ വരുന്നുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നു, എന്തെങ്കിലും നടക്കാതെ പോകുന്നു, ഐ മീൻസ് ചിലപ്പോൾ നടക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം, ആഗ്രഹിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ടവറിൻ്റെ ഐ തിങ്ക് ഞാൻ ഇന്നലെയും റീഡിങ്ങിൽ ഫസ്റ്റ് കാർഡ് തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. തണ്ടർബോൾട്ടോ എന്തോ ആയിരുന്നു.
എൻ്റെ യെസ് ഐ തിങ്ക് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും തകരുന്നുണ്ടെങ്കിൽ, ഈ ഒരു ബിൽഡിംഗ് തകരുന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് നിങ്ങൾ ഇവിടെ അതിന് മുമ്പേ നിങ്ങളെ ഏഞ്ചൽസ് ഇവിടെ രക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഏഞ്ചൽസ് ആ ബിൽഡിംഗ് തകരുന്നതിന് മുമ്പ് നിങ്ങളെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് ഇമോഷണലായിട്ട് അറ്റാച്ച്ഡ് ആയി പോവാതിരിക്കുക. ഓക്കെ, അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് പല വേദനകളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്ന ആ സമയം ബാക്കിയുണ്ട്, നിങ്ങൾ വേഗം ചേഞ്ചസ് വരുത്തൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ലൈറ്റ്നിങ് ഇടിക്കും എന്നുള്ളൊരു വാർണിംഗ് പറയുന്ന പോലെയാണ്. ലൈറ്റ്നിങ് തട്ടാനുള്ള സാധ്യതയാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ ഒരു നിലനിൽപ്പുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും തകർച്ച വരാനുള്ള സാധ്യതയുണ്ട്. സോ അതിന് മുമ്പേ നിങ്ങൾ മാറി തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തൂ എന്നാണ് പറയുന്നത്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എല്ലാത്തിലും. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവേണ്ടതുണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ചോയ്സസിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു, തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് അതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഈ ബിൽഡിംഗ് ഇതിപ്പോൾ തകരാൻ പോകുന്നു എന്നാണ് ഇത് പറയുന്നത്. ആക്ച്വലി സ്റ്റെബിലിറ്റി എന്ന രീതി എന്ന് വെച്ചാൽ നമ്മളൊരു വീട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയാലും ശരി, കരിയറിന്റെ കാര്യം, ഇതെല്ലാം കരിയറിലും പറയാം. ഓക്കെ, കരിയറിലായാലും ബിസിനസ്സിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഓവറോൾ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ കരിയറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, നല്ലൊരു കരിയർ വരിക എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നല്ലൊരു ജോലി, നല്ലൊരു ശമ്പളം. എനിക്കിതിങ്ങനെ പുകയടിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എനിവേ നേരെ എൻ്റെ മുഖത്തേക്കാണ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു കരിയർ, നല്ലൊരു ജോലി, നല്ല ശമ്പളമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റേബിളായിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന തരത്തിലാണ് കാണുന്നത്. 4 of Wands നമുക്ക് സ്റ്റെബിലിറ്റിയാണ്. സോ ഇവിടെ ഇത് തകരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ബിൽഡിംഗ് നിൽക്കുന്നതായിട്ട്, ലൈക്ക് നമ്മൾ വീണ്ടും കെട്ടിപ്പടുക്കുന്നതായിട്ടാണ് പറയുക. ഓക്കെ, സോ അത് രണ്ടിൻ്റെയും വ്യത്യാസം അതാണ്. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ചേഞ്ചസ് നിങ്ങൾ വരുത്തുമ്പോൾ, നിങ്ങൾ ബോൾഡായിട്ട് വരുമ്പോൾ, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ, നിങ്ങൾ എവിടെയാണോ ആക്ഷൻ എടുക്കേണ്ടത് അങ്ങനെ എടുക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ, ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ സഹിച്ച് നിൽക്കരുത് എന്നുള്ളൊരു ഇതുകൂടി പറയാം ഞാൻ. സഹിച്ച് നിൽക്കരുത്. ചില സ്ഥലത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടതുണ്ടാവും, ചില സ്ഥലത്ത് നിങ്ങൾ മാറിപ്പോകേണ്ടതുണ്ടാവാം. ഏത് തരത്തിലാണ് നിങ്ങൾ ആക്ഷൻ വേണ്ടത് അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ അതിനുശേഷം നിങ്ങൾക്ക് സെലിബ്രേഷൻ വരുന്നു എന്നാണ്. സെലിബ്രേഷൻ, സന്തോഷം, സ്റ്റെബിലിറ്റി എല്ലാം വരുന്നു. ഓക്കെ, എന്തെങ്കിലും തകരുന്നുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ, ഇവിടെ ഇത് ഫുൾ ബിൽഡിംഗ് ആണ്. ഇത് 4 കോല് മാത്രമേ ഇപ്പം നിൽക്കുന്നുള്ളൂ. 4 ബോൾ നിൽക്കുന്നു, ചുമര് നിൽക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി കെട്ടിപ്പടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരികയാണ് യൂണിവേഴ്സ്. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താനുണ്ട് എന്നാണ്. ഇതിപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷൻ സാഹചര്യമായിട്ട് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓരോരുത്തർക്ക് ഓരോ തരത്തിലായിരിക്കും. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ കരിയർ, ജോലി സ്ഥലത്ത്, ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, പോട്ടെ, സാറില്ല. ഓക്കെ, ഞാൻ കുറേ ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ, എഫേർട്ട് ഇട്ട് നോക്കുക കുറച്ചുകൂടി. കാരണം ഇവിടെ പറയാൻ റീസൺ 7 of Pentacles കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ഇട്ട് അവിടെ നിങ്ങൾക്ക് റിസൾട്ട്സ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് വിട്ടു മാറാൻ നിങ്ങൾ മടിക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം നിങ്ങൾ ഇമോഷണലി ആലോചിക്കണം, ഞാൻ കുറേ ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ, എൻ്റെ കൊളീഗ്സ് അല്ലേ, ഞാൻ ഒന്നിച്ച് ഇരുന്നതല്ലേ, ഇത്രയും എന്നെ പരിചയമുള്ള സ്ഥലമല്ലേ, പരിചയമുള്ള ആൾക്കാരല്ലേ, എല്ലാം കൊണ്ട് നിങ്ങൾ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ പക്ഷെ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുക, ദാറ്റ് എനിക്ക് ഇല്ല, ഇത് പോരാ, എനിക്ക് ഇവിടെ കിട്ടുന്ന സാലറി പോരാ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ, നിങ്ങൾ അതിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റെപ്സ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിട്ട് മാറേണ്ട ആവശ്യം ഉണ്ടാവാം. പിന്നെ വീട്ടിലോ ഫാമിലിയിലോ ഒക്കെ പറയുമ്പോൾ സെയിം തിങ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും നിങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന തരത്തിലുള്ളത്. ബട്ട് നിങ്ങൾക്ക് ഈക്വലായിട്ട് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. സോ അവിടെയും നിങ്ങളൊന്ന് ബോൾഡ് ആവണം, നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയണതായിട്ട് എന്നോട് ചെയ്യുന്ന രീതി ശരിയല്ല എന്ന രീതിക്ക് ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ അത് എന്ന് വെച്ചാൽ ദേഷ്യത്തിനോ വഴക്കിടാനോ ഇതായിട്ടോ അല്ല, പക്ഷെ നിങ്ങൾ കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ബഹളോ കാര്യങ്ങളോ ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് മാറി നിൽക്കണം. ആരാണോ നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത, എന്ത് സിറ്റുവേഷൻ ആണോ നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത, അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ മാറേണ്ടി വരും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സോ എനിവേ നിങ്ങളുടെ ലൈഫ് റീബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്, നല്ലത് കൊണ്ടുവരുന്നുണ്ട്, വളരെ നല്ലത് കൊണ്ട്. പക്ഷേ ഈ ഒരു ചോയ്സ്, ഓക്കെ, ഇവിടെ ചില നിങ്ങൾക്ക് നല്ലതല്ലാത്തതിൽ നിന്ന് നിങ്ങൾ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, ഓക്കെ, അതിനുള്ള തീരുമാനം പക്ഷെ നിങ്ങളാണ് എടുക്കേണ്ടത്. ആ ചോയ്സ് നിങ്ങളുടെയാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് വേദനകൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അതിനെ വിട്ടുമാറാൻ ചിലപ്പോൾ തയ്യാറല്ലായിരിക്കാം. ഓക്കെ, ഇനി റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്സിൽ നിങ്ങൾ എഫേർട്ട് നിങ്ങൾ അങ്ങോട്ട് ഒരുപാട് ഇട്ടിട്ടുണ്ട്, പക്ഷെ ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല ശരിക്കും
ശരിക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ ചോയ്സസ്, ഇതിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാവാം. ഓക്കെ, അവിടെയും ചിലപ്പോൾ നിങ്ങളൊരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ അവിടെ പറയേണ്ടി വരും തെറ്റില്ല, എനിക്ക് ഇത് ശരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്ന് മാറുക പ്രാക്ടിക്കലായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടത് എന്താണ്, നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ വീണ്ടും പക്ഷെ ഒരു നല്ലൊരു ഇതാണ് കാണുന്നത് എനിക്ക്. ഓക്കെ, ചിലപ്പോൾ ഈ സിറ്റുവേഷൻ തന്നെ വീണ്ടും റീബിൽഡ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ്. ചിലപ്പോൾ ഈ തകരുന്നത് എന്താണോ, ചില സമയത്ത് അത് തകർച്ചകൾ നല്ലതാണെന്ന് പറയും. കാരണം അത് വീണ്ടും നമ്മൾ ശരിയാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിട്ട് വരുമെന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, ഒരേ സിറ്റുവേഷൻ തന്നെ ചേഞ്ച് ആയിട്ട് ചിലപ്പോൾ നല്ലതാവാനുള്ളതായിരിക്കാം. ഓക്കെ, അത് റിലേഷനിലായാലും കരിയറിലായാലും എവിടെയായാലും ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ലത് വരുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ബട്ട് ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം, കുറെ കൂടി ബോൾഡായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്ന രീതിക്കാണ്. ഓക്കെ, എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയം നിങ്ങൾക്ക് ഐ തിങ്ക് ഇപ്പോൾ ലൈഫിൽ അത് തന്നെയാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആണ് കിട്ടുന്നത്. ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സമയമാണ് നിങ്ങൾക്ക്. നിങ്ങൾ അവനവനിലേക്ക് നോക്കാം. ഓക്കെ, മറ്റുള്ളവർ കുറ്റം പറയാനല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ അവരെന്നെ ശരിക്കും മനസ്സിലാക്കിയില്ല, അവരെന്നെ ട്രീറ്റ് അങ്ങനെയല്ല. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടോ അത് ചിന്തിക്കൂ. സെൽഫ് ലവിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഓക്കെ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് അഡ്വൈസ് കാർഡ്സ് കൂടി എടുത്തേക്കാം. ഞാൻ ഓൾറെഡി കുറേ പറഞ്ഞു നീണ്ടു പോകുന്ന ഒരേ കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ. ജെംസ്റ്റോൺ ട്രാപ്പ്, cyclical, theft, support, and freedom or independence. എനിവേ, ഇവിടെ മെയിനായിട്ട് ഇവിടെ കാണുന്നത് amidst sparkling treasures the brightest jewel often hides the deepest cut എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഐ തിങ്ക് gemstone seek worth not just shine. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുക എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഇഷ്ടത്തിന് നിന്നാൽ ഓക്കെ അവർക്ക് അപ്പം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും മറ്റുള്ളവരെ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കലി തിരിച്ചറിഞ്ഞോളും. നിങ്ങൾ ആരുടെ മുമ്പിലും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, ആർക്ക് വേണ്ടിയും ഒന്നും ഓവറായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഒരു എഫേർട്ടും നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ഇടേണ്ടത് നിങ്ങളുടെ മേലെ മാത്രമാണ്. അവനവനെ ബെറ്റർ ആക്കുക, നിങ്ങൾ സ്ട്രോങ് ആവുക, നിങ്ങളുടെ കഴിവുകളെ നല്ലോണം ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളുടെ ജോലി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അത്ര നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരോടും പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കാണിച്ച് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യൂ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരില്ല. ഓക്കെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൽ നിർത്താം. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ ഒരു വാല്യൂ എങ്ങനെ ഇൻക്രീസ് ആവുക എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു, അത് കാണിച്ചു കൊടുത്തു, അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവനവനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ നല്ലൊരു ഐ ഡിഡ് എ ഗുഡ് ജോബ് എന്ന് നിങ്ങൾ സ്വയം പറയുക. യെസ് ഐ ഡിഡ്, ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ വാല്യൂ നിങ്ങളെ തന്നെ തിരിച്ചറിയുമ്പോൾ മറ്റുള്ളവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, വെറുതെ ഷൈൻ ചെയ്താൽ പോരാന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ഷൈൻ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ ആ ഫീലിംഗ് ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ, അതായത് നിങ്ങൾ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. cyclical, everything is cyclical and never ending, holds infinite possibilities and renewal. Yes, okay, അക്ഷയ ടവർ കാർഡിന്റെ ഞാൻ നേരത്തെ ഇതാ പറഞ്ഞു, എന്തെങ്കിലും എൻഡ് ആവുന്നുണ്ടെങ്കിൽ തന്നെ ഓക്കെ അതിനെ വീണ്ടും റീബിൽഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് വരും. ഓക്കെ, അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും എൻഡിങ് വരുമ്പോൾ എപ്പോഴും നമുക്കൊരു പുതിയ തുടക്കം കൂടിയാണ് വരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. എന്തെങ്കിലും എൻഡ് ആവുന്നുണ്ടെങ്കിൽ എല്ലാം വീണ്ടും റിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് വരും. പേടിക്കേണ്ട, എക്സ്പ്ലോർ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, ന്യൂ പോസിബിലിറ്റീസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇത് പറയുന്നത്
ബിവെയർ ഓഫ് ലോസസ് ഇൻ യുവർ ഇന്നർ സർക്കിൾ, സെക്യൂർ യുവർ വാല്യൂബിൾസ് എന്ന് പറയുന്നുണ്ട്. തെഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. എനിക്കിത് വേറെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുന്ന പോലെയല്ല എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം. മറ്റുള്ളവരുടെ ഐ ഡോണ്ട് നോ എന്താ ഇപ്പോൾ പറയാനുള്ളത്. ഇവിടെ മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ലൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവായിരിക്കാം, കുറച്ച് പേർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക, എനിക്ക് അതേ പറയാൻ തോന്നുള്ളൂ. ഓക്കെ, നിങ്ങളെ മറ്റുള്ളവർ അഡ്വാൻറ്റേജ് എടുക്കാതെ, മറ്റുള്ളവർ നിങ്ങളെ ഒരു എന്താ പറയുക ചതിക്കാനൊന്നും അവസരം കൊടുക്കാതെ, ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക. എനിക്ക് അതാണ് ഇവിടെ കൂടുതൽ ഫീൽ ചെയ്തത്. സപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്. സീക്ക് സപ്പോർട്ട് ഡ്യൂറിങ് ദ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ടി. ഓക്കെ, ഡോണ്ട് ബെയർ ദ ബർഡൻ അലോൺ. നിങ്ങളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ നടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മേലെ ഏറ്റെടുക്കുക. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ചെയ്തു തരാം, ഞാൻ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, മറ്റുള്ളവർ അത് കാണുമ്പോൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങളെ വാല്യൂ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും ശരിയല്ല, കറക്റ്റ് അല്ല അത്. ഓക്കെ, നിങ്ങൾ തനിച്ച് ചെയ്യേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ കൊണ്ടുകൂടി സപ്പോർട്ട് ചോദിക്കുന്നതിൽ തെറ്റുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഓക്കെ, കാരണം നിങ്ങൾ തുറന്ന് പറയുന്ന പോലെ ഇരിക്കും, നിങ്ങൾ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, ഡിഫിക്കൽട്ട് പീരിയഡ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. സോ അതിൽ ആ സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചോദിക്കാം. മേ ബി ചിലപ്പോൾ ഗൈഡൻസ് ഒക്കെ ആയിരിക്കാം. ആരെങ്കിലും എന്തെങ്കിലും എന്താ പറയുക കൗൺസിലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ അറിവുള്ള വ്യക്തികളോട് ചിലപ്പോൾ ഒന്ന് അഡ്വൈസ് ആയിട്ട് ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയും പറയാം. എന്തായാലും ഡോണ്ട് ബെയർ ദ ബർഡൻ അലോൺ എന്നാണ് പറയുന്നത്. നിങ്ങൾ തനിച്ചെല്ലാം ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായാലും ശരി, നിങ്ങളുടെ ജോലികളിലായാലും ശരി. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. തനിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ഭാരം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ടയർഡ് ആവും. സോ പ്ലീസ് ഓക്കെ, സപ്പോർട്ട് എടുക്കുക. ഓക്കെ, അതിലൊന്നും തെറ്റില്ല. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഓക്കെ, ഫ്രീഡം ഓർ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഫ്രീഡം സ്റ്റെംസ് ഫ്രം ഇൻഡിപെൻഡൻസ്, കൺട്രോൾ യുവർ ഫൈനാൻസസ് ഫോർ സെക്യൂരിറ്റി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഡോണ്ട് റിലൈ ഓൺ അതേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആരെയും ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അതിന് വേണ്ടിയുള്ളത് നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈക്ക് സ്വന്തമായിട്ട് കരിയർ ബിൽഡ് ചെയ്യാനോ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും ഒരു ഏർണിംഗ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ. ഇപ്പം നിങ്ങൾ ജെൻസ് ആയാലും ശരി, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരല്പം നിങ്ങൾ സേവിങ് എടുത്തു വയ്ക്കുക. ഒരിക്കലും വേറെ ആളുടെ മുമ്പിൽ ഒരു ഹെൽപ്പിന് വേണ്ടി ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുത്താതിരിക്കുക. ലേഡീസ് ആയാലും പ്രത്യേകിച്ചും. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചെറിയ ഏർണിംഗ് നിങ്ങൾക്കായിട്ട് ചിലത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ഇൻഡിപെൻഡൻസ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാം. ഓക്കെ, അപ്പം തന്നെ നിങ്ങൾക്ക് ഈ ബർഡൻസ് എന്നൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. നിങ്ങളുടെ മെന്റൽ സ്ട്രെസ് നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഐ തിങ്ക് എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് പറയുന്നത്, മാറ്റങ്ങൾ. ഓക്കെ, മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണിത്. നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്, മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണ്. ഓക്കെ, അത് നല്ലതിനായിരിക്കും. ഡോണ്ട് വറി, ടെൻഷനൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താ, നമ്മൾ സ്ട്രോങ് ആയിട്ട് വരികയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്ട്രോങ്ങർ ആവും. നമ്മൾ യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ എപ്പോഴും ഏഞ്ചൽസ് കൂടെ ഉണ്ട് ഇവിടെ. സോ ഓൾവേസ് സപ്പോർട്ട് ഈസ് ദെയർ ഫോർ യു. ഓക്കെ, പേടിക്കേണ്ട. യൂണിവേഴ്സിനോടായാലും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സപ്പോർട്ട് ചോദിക്കുക. ഓക്കെ, സോ എന്തായാലും നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഓക്കെ, എല്ലാം നല്ലതിനാണ് എന്ന് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.